കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നാം കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വസിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ചോയ്സായിട്ട് നൽകിയിരിക്കുകയാണ്. നാം ആ ചോയ്സിനെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവനിൽ വസിക്കുവാനും അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നുമുള്ള ആ സ്വഭാവത്തെ നമുക്ക് ആർജിക്കുവാനും കഴിയുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 5-ാം വാക്യമാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതായത് വസിക്കുവാൻ ഒരുവൻ തീരുമാനമെടുക്കുമ്പോൾ അവനോട് കർത്താവ് യേശുക്രിസ്തു പ്രസ്താവിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ യേശു പറയുന്നത്. ഞാൻ മുന്തിരിവള്ളിയിൽ, ഞാൻ ആരാണ്? ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഈ മുന്തിരിവള്ളിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? മുന്തിരിവള്ളിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആഴത്തിൽ നിന്നും വളവും വെള്ളവും എല്ലാം സ്വീകരിച്ച് അത് ഏതിനു വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിനുള്ളതായ സകല സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ മുന്തിരിവള്ളിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുന്നത് കൊമ്പുകളിലാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇവിടെ താൻ ആരാണെന്നും നമ്മൾ ഓരോരുത്തരും ആരാണെന്നും എന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നാം യേശുക്രിസ്തുവിൽ വസിക്കുക മാത്രമല്ല, അവൻ നമ്മളിലും വസിക്കുന്നു. അതിനർത്ഥം ദിസ് ഇസ് എ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ഇതൊരു പരസ്പര ബന്ധമാണ്. ഒരിക്കലും നാം യേശുവോടുള്ള ഒരു വശത്തുള്ള ബന്ധം മാത്രമല്ല, മറിച്ച് അവൻ നമ്മളോടും അതേപോലെ തന്നെ ബന്ധം സ്ഥാപിക്കുന്നു. അതായത് നാം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പരസ്പര ബന്ധമാണ്. അങ്ങനെ നാം വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്തുകൊണ്ടാണ് അവൻ വളരെ ഫലം കായ്ക്കും എന്ന് യേശു ഉറപ്പായി പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പറഞ്ഞല്ലോ, നാം അവൻ്റെ സ്വഭാവത്തോട് ചേരുകയാണ്. നാം അവനിൽ വസിക്കുമ്പോൾ അവനിൽ നിന്നുള്ള ആ ജീവരസം നമ്മളിലേക്ക് വ്യാപരിച്ച് നമ്മൾ അവൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി തീരുക. അവരുടെ സ്വഭാവത്തിന് അനുരൂപമായി തീരുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളിലുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ഫലങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ പോലും ഫലങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് ഇന്ന് ലോകം കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഫലങ്ങളാണ്. ആ ഫലങ്ങൾ വരുന്നത് നമ്മളിൽ നിന്നുമാണ് വരുന്നത്. നമ്മളെല്ലാവരും അമാനുഷികരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം കർത്താവ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ ആഗ്രഹം എന്താ? നാം യേശുവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് കടന്നു വരണം. മറ്റു വേദഭാഗങ്ങളിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നാം അവനിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതായത് നാം അവനിൽ വസിച്ചാൽ പിന്നെ നമുക്ക് അവനെ പിരിഞ്ഞ് ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം വളരെ നിരാശരായ ശിഷ്യന്മാർ പടകും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയി. പത്രോസാണ് അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ അന്ന് രാത്രിയിൽ അവർക്ക് ഒരു മീനെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ആ കാര്യം ചിന്തിക്കാറുണ്ട്. കാരണം യേശുവിനെ പിരിഞ്ഞ് അവർ ഒരു തീരുമാനമെടുത്തപ്പോൾ അവർക്ക് പരാജയം തന്നെ നേരിടേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ഓരോ തീരുമാനവും കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ച് ദൈവാലോചന വാങ്ങിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കുവാൻ. അങ്ങനെ നാം എടുക്കുന്ന തീരുമാനത്തിന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ അംഗീകരണം നമുക്കുണ്ടാകും. കർത്താവ് നമ്മെ അതിലേക്ക് നടത്തുവാനിടയായിത്തീരും. ഞാനിത് പറയുമ്പോൾ തന്നെ പലരും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് എനിക്ക് കർത്താവിനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മുമ്പോട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തെ കാര്യങ്ങൾ അറിയിക്കണം. ഇങ്ങനെ നാം അറിയിച്ചു പോകുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കും. പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന കാര്യം, അങ്ങനെ സാഹചര്യങ്ങളൊക്കെ
നമ്മുടെ ഇഷ്ടത്തിൽ വരാത്തപ്പോൾ നമ്മൾ ദൈവത്തോട് വളരെയധികം പിറുപിറുക്കാറുണ്ട്. പക്ഷേ പിറുപിറുക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ പിറുപിറുപ്പ് എന്നുള്ള കാര്യത്തിന് യാതൊരു പ്രാധാന്യമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു വിഷയത്തിനും നടുവിലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നമുക്കൊന്നും തന്നെ സംഭവിക്കുന്നത് ദോഷകരമായിട്ടല്ല, മറിച്ച് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വചനം പറയുന്നത് പോലെ നമുക്ക് അവനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നും എന്ന് പറയുന്നിടത്ത് കേവലം ആത്മീക കാര്യം മാത്രമല്ല, അതിൽ ഭൗതിക കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് 6-ാം വാക്യത്തിൽ നേരത്തെ നമ്മൾ വായിച്ചായിരുന്ന ഈ വേദഭാഗം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. യേശുക്രിസ്തുവിൽ വസിക്കാത്ത ഒരുവനെ സംഭവിക്കുന്ന നാശത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഒരുപക്ഷെ നമുക്ക് ആ നാശം കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ ആ നാശം സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനല്ലാത്ത സ്വഭാവങ്ങൾ കാണുമ്പോൾ അതിനർത്ഥം നമ്മൾ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ജീവിത രീതികൾ, ഇതെല്ലാം കാണുമ്പോൾ അറിയാം ഒരുവൻ നാശത്തിലേക്കാണോ അതോ ജീവങ്കിലേക്കാണോ എന്നുള്ളത്. 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതായത് ദൈവവചന വ്യവസ്ഥ പ്രകാരം കർത്താവ് യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം നാം ജീവിച്ചാൽ നമ്മുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിടയായിത്തീരും. ഈ ഒരു വിഷയം സംബന്ധിച്ച് പല ആളുകളും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. എൻ്റെ ആഗ്രഹമല്ലല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിനല്ല പ്രാധാന്യം, അവിടെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം. എൻ്റെ ആഗ്രഹത്തിന് ഒരുപക്ഷെ ദൈവം അംഗീകാരം തന്നില്ലേലും എൻ്റെ ആഗ്രഹത്തെക്കാളും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ തക്കണം, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തക്കണം ഇടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനത്താൽ അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാനും ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാനും, കർത്താവെ, അങ്ങയിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുവാനും ഞങ്ങളേവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വിവരം ഈ നമ്പറിലെ വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.